ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മറണ പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഗ്ലോബൽ മാർക്കറ്റും ഗിഫ്റ്റ് നിഫ്റ്റി എല്ലാ സെറ്റപ്പും ഞാനടക്കം മാർക്കറ്റ് ഇന്ന് നല്ലൊരു അപ്സൈഡ് കിട്ടും എന്നാണ് നമ്മളെല്ലാവരും ഇന്ന് വിചാരിച്ചത്, ഇല്ലേ? പക്ഷെങ്കിൽ അപ്സൈഡ് തന്നതിന് ശേഷം, നമ്മളെ ഒന്ന് മോഹിപ്പിച്ചതിന് ശേഷം മാർക്കറ്റിൽ ഒരു എന്താ പറയുന്നത്, പതുക്കെ അരിഞ്ഞ് നമുക്ക് ഒരു ഡൗൺ സൈഡിലോട്ടാണ് മാർക്കറ്റ് വന്നത്. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ IT സെക്ടർ തന്നെയാണ് മാർക്കറ്റിനെ പതുക്കെ താഴോട്ട് കൊണ്ടുപോയത്. കാരണം രാവിലെ നോക്കിയാൽ IT നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ഏകദേശം ഇൻഫി 30 പോയിൻ്റൊക്കെ മുകളിൽ പോയായിരുന്നു. അവസാനം ഇൻഫി ക്ലോസ് ചെയ്തത് ഏകദേശം 3 പോയിൻറ്റിലാണ്. 30 പോയിൻ്റ് പോയ സാധനം 3 പോയിൻറ്റിലാണ് ക്ലോസ് ചെയ്തത്. അപ്പം IT സെക്ടർ തന്നെയാണ് രാവിലെ ഒരു ഗ്യാപ്പ് അപ്പിനുള്ള പ്രതീതിയൊക്കെ നമുക്ക് നൽകിയത്. പക്ഷെങ്കിൽ അവസാനം അവർ തന്നെയാണ് കല ഉടച്ചത്. പക്ഷെങ്കിൽ ബാങ്ക് ഇന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. ചില സത്യം പറഞ്ഞാൽ നിഫ്റ്റി ഇന്നൊരു 200 പോയിൻ്റെങ്കിലും വീഴേണ്ടതായിരുന്നു. പക്ഷേ ബാങ്കാണ് പിടിച്ചു നിർത്തിയത്. ഈ ഫോളിൻ്റെ ആ ആഘാതം കുറച്ചത് ബാങ്കാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ചാർട്ടിലോട്ടൊന്ന് നോക്കാം. അപ്പം ഇന്ന് ഞാൻ ഈ ചാർട്ട് പറയുന്നതിന് മുന്നേ ഞാൻ രാവിലെ ഇട്ട വോയിസ് ജസ്റ്റ് നിങ്ങളൊന്ന് കേൾപ്പിക്കാം. അപ്പോൾ അത് കേട്ടിട്ട് ട്രേഡ് എടുത്തവരും അതിന് ശേഷം പറഞ്ഞത് അനുസരിച്ചവർക്കും ഇന്ന് അവർക്ക് കിട്ടിയ പൈസ അവരുടെ പോക്കറ്റിൽ ഇരിപ്പുണ്ട്, ഇല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം എന്താ സംഭവിച്ചത്. മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, ഇല്ലേ? ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ഒരു 50 പോയിൻ്റിനടുത്ത് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റിൽ നിന്ന് മുകളിലോട്ട് പോയതിന് ശേഷം പിന്നെ നേരെ തിരിച്ച് ഈ പോയിൻ്റ് 26,122 എന്ന് പറഞ്ഞ പോയിന്റിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഏകദേശം 50 പോയിൻറ്റിനടുത്ത് ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്ന് മേലോട്ട് പോയി. അതിന് ശേഷം നേരെ എന്ത് ചെയ്തു, താഴോട്ട് വന്നു. നമ്മൾ വരച്ച 26,100 എന്ന് പറയുന്ന ആ ഒരു സപ്പോർട്ടുണ്ട്, ആ റേഞ്ചിൽ വന്ന് ഒന്ന് കളിച്ചു, അല്ലേ? ഒന്ന് മുകളിലോട്ട് പോകാനൊക്കെ ശ്രമിച്ചു, നടന്നില്ല. ആ സപ്പോർട്ട് നഷ്ടപ്പെടുത്തി. ഞാൻ പറഞ്ഞു, ഈ സപ്പോർട്ട് നഷ്ടപ്പെടുത്തിയാൽ പിന്നെ നമുക്കുള്ളത് 26,064. ഇതിന് താഴെ പോയാൽ പിന്നെ ഫോള് മാത്രമേ ഉള്ളൂ എന്ന് വളരെ ക്ലിയർ കട്ടായിട്ട് ഞാൻ പറഞ്ഞു. അപ്പം ജസ്റ്റ് നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ടാൽ ഞാൻ എന്താ പറഞ്ഞതെന്ന് കേൾക്കാത്തവർ കൂടെ ഒന്ന് കേൾക്കാമല്ലോ. ഗുഡ് മോർണിംഗ് ഓൾ. മാർക്കറ്റ് ഏകദേശം 54 പോയിന്റ് ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കുന്നത്. പക്ഷെങ്കിൽ ആസ് പെർ കണക്ക് പ്രകാരം കുറച്ചുകൂടെ ഹയർ സൈഡിലാണ് ഇത് ഓപ്പൺ ആകേണ്ടത്. എങ്കിൽ തന്നെ നമുക്ക് നോക്കാം. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോഴും നല്ലപോലെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പം 26,122 ലെവലിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു റേഞ്ച് ഉണ്ട്. അവിടെ 26,100 26,172. ഈ ഒരു റേഞ്ച് എങ്ങോട്ടെങ്കിലും ബ്രേക്ക് ചെയ്യണം. ഫർദർ നിഫ്റ്റി മൂവ് ചെയ്യണമെങ്കിൽ, താഴോട്ട് മൂവ് ചെയ്യണമെങ്കിൽ 26,100 ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരണം. മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ 26,172 ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ഈ 2 ലെവൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നോക്കുക. കഴിവതും മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം ഒരു നെഗറ്റീവ് ന്യൂസ് ഉണ്ടെന്ന് പറയാനുള്ളത് TCSനാണ്. TCSന്റെ ഒരു കോർട്ട് കേസിൽ കുറെ ഫൈൻ വന്നിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പം നിലവിൽ ലക്ഷണം കണ്ടിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഓപ്പണിങ്ങിൽ ഇൻഫിക്കാണെങ്കിൽ ADR 3% അപ്പിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. പക്ഷെ ഇവിടെ അതിന്റെ വലിയ എഫക്റ്റ് ഒന്നും കാണുന്നില്ല. എനിവേ, അപ്പം ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ചേർത്ത് വായിക്കുമ്പോൾ ഒരു പക്ഷേ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും 26,172 ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു അപ്സൈഡ് കൺഫർമേഷൻ പറയാൻ പറ്റത്തുള്ളൂ. 26,100 നമുക്ക് താഴോട്ടുള്ള സപ്പോർട്ട്. അത് പൊട്ടിയാൽ 26,063 മെയിൻ സപ്പോർട്ട് തലവരെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. അപ്പോൾ കേട്ടല്ലോ. അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്, 26,100 പൊട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഫർദറായിട്ട് താഴോട്ട് വരും, ഇല്ലേ? ഇവിടെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ താഴോട്ട് വന്ന് 26,100 പൊട്ടി. അടുത്ത സപ്പോർട്ട് 26,064 എന്ന് പറയുന്ന നമ്മളുടെ ലെവലിൽ വന്ന് സപ്പോർട്ട് എടുത്തു, ഇല്ലേ? സപ്പോർട്ട് എടുത്തതിന് ശേഷം മാർക്കറ്റ് നേരെ തിരിച്ച് കയറി ഇവിടുന്ന് തിരിച്ച് കയറി നമ്മുടെ 26,140 നമ്മളൊരു ബോക്സ് ഇവിടെ വരച്ചിട്ടിരുന്നു. ആ ബോക്സിൽ തട്ടി മാർക്കറ്റ് വീണ്ടും തിരിച്ചു വന്നു. അപ്പോൾ മാർക്കറ്റ് ഇവിടെ എത്തിയപ്പോൾ ഈ ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ എന്താ പറഞ്ഞതെന്ന് അറിയാം. അത് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ കാണിച്ചു തരാം നിങ്ങൾക്ക് എന്താ ഞാൻ പറഞ്ഞതെന്ന്.
വീണ്ടും പറയുന്നു ആക്രാന്തം കുറയ്ക്കുക എന്ന് പറഞ്ഞതിന് ശേഷം മാർക്കറ്റ് നാളെയും ഉണ്ട് എന്നതിന് ശേഷം ഞാനൊരു ഡയലോഗ് ഇവിടെ പറഞ്ഞു. ആ ഡയലോഗാണ് നോക്കുന്നത്. ഇവിടെയാ ആ ഡയലോഗ് കാണുന്നില്ലല്ലോ. വീണ്ടും പറയുന്നു ആക്രാന്തം കുറയ്ക്കുക, നാളെയും മാർക്കറ്റുണ്ട്. കാരണം ആ സമയത്ത് 7:40, ഇവിടെ 7:40 വെറും 10 മണി ആയതേ ഉള്ളൂ. 10 മണി ആയപ്പം നിങ്ങൾക്ക് കിട്ടിയ പൈസയും കൊണ്ട് നിങ്ങൾ വീട്ടിൽ പോകും. ഞാനിവിടെ വരച്ച് ഇവിടെ കൺസോൾട്ടേഷനാണ്, ഇവിടെ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞതിന് ശേഷം കിട്ടിയതും കൊണ്ട് 10 മണി ആയപ്പം കിട്ടിയത് കൊണ്ട് വീട്ടിൽ പോയവർക്ക് അവരുടെ പൈസ പോക്കറ്റിൽ പോകണ്ട. അല്ലാത്തവർ കഥ എനിക്കറിയത്തില്ല. പിന്നെ താഴോട്ട് ആരെങ്കിലും ട്രേഡ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പക്ഷെ അവർക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. ഇവിടെ ഈ ബോക്സിലെടുത്തോ എത്ര പേരെടുത്തെന്ന് എനിക്കറിയത്തില്ല. അതിനുശേഷം ഈ ഓപ്പണിംഗ് റേഞ്ചിൽ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ചവർക്ക് നല്ലൊരു ഫോള് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് കാണാം. കാരണം നാളെ മന്ത്ലി എക്സ്പയറി ആണ്. മാക്സിമം DK വരുത്തി ഉരുക്കി തീർക്കാൻ മാത്രമേ നമുക്കുള്ളൂ. അവസാനം 1 മണി ആയപ്പോഴാണ് നല്ല രീതിയിൽ മാർക്കറ്റ് ഒരു ഫോള്, ഏകദേശം ഒരു 100 പോയിൻറ്റിൻ്റെ ഫോള് 1 മണി കഴിഞ്ഞ ശേഷമാണ് ഒരു ക്ലോസിങ് വരെ നല്ല രീതിയിൽ ഒരു ഫോളിങ് കിട്ടി. അപ്പം ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് മാർക്കറ്റ് വീണു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഇന്ന് രാവിലെ ഒരു 100 പോയിൻറ്റ് 80 to 100 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പ് കിട്ടും, അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നൊക്കെയാണ് നമ്മൾ ധരിച്ചിരുന്നത്. പക്ഷെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ നമ്മുടെ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൻ്റെ കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിനകത്ത് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. എല്ലാവരും പ്രതീക്ഷിച്ചത് തീരുമാനം ഉണ്ടാകും, ഉക്രൈൻ ഉടനെ സമ്മതിക്കും, എല്ലാ ഡീലും സൈൻ ചെയ്യും എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെങ്കിൽ അതിന് വീണ്ടും തുടർ ചർച്ചകളുണ്ട്. നാളെയും വീണ്ടും അതിനെപ്പറ്റി ചർച്ചകളുണ്ട്. കാരണം ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുക്രൈൻ ഈ ഡീലെല്ലാം സമ്മതിച്ചു കഴിഞ്ഞാൽ ഈ ഉക്രൈനെ പോലെ തന്നെ വേറെ പല രാജ്യങ്ങളും തൊട്ടടുത്ത് കിടപ്പുണ്ട്. ഈ പണ്ടത്തെ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വിട്ടുപോയ പല കൊച്ചു രാജ്യങ്ങളുണ്ട്. അവരൊക്കെ ഇപ്പം നാറ്റോയിൽ അംഗമാണ്, യൂറോപ്യൻ യൂണിയനിൽ അംഗമാണ്. മനസ്സിലായി? അപ്പം ഇന്ന് യുക്രൈനെ പിടിച്ചു, നാളെ ഇതുപോലെ വേറെ രാജ്യത്തെ പിടിച്ചു കഴിഞ്ഞാൽ അവരും ഇതുപോലെ സമ്മതിക്കേണ്ടി വരും എന്ന ഒരു പ്രതീതിയുണ്ട്. മനസ്സിലായി? അപ്പോൾ അത് ഒരു അൺസർട്ടനിറ്റി വരുത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടർ ചർച്ചകൾ യൂറോപ്യൻ യൂണിയനൊക്കെ ആയിട്ട് ചേർന്ന് ഒരു തുടർ ചർച്ചകളുണ്ട്. ആ ചർച്ചയ്ക്കകത്തിൽ എന്ത് സമവായമാണ് ഉരുത്തിരിയുന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കും. അപ്പം അതിന് വീണ്ടും കുറേ സമയമെടുക്കും. അപ്പം ഈ പീസ് ടോക്ക് കുറച്ചുകൂടെ നീണ്ടുപോകും എന്നൊരു പ്രതീതി മാർക്കറ്റിലുണ്ടായി. അതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാനുള്ള സാധ്യത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മാത്രമല്ല IT രാവിലെ മോർണിംഗിൽ നല്ല പോസിറ്റീവ് ആയിരുന്നു. അവസാനം തുടരെ പതുക്കെ ITയും താഴോട്ട് വന്നു. അത് മാർക്കറ്റിനെ താഴോട്ട് വലിച്ചു. പക്ഷേ ബാങ്ക് വളരെ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് നിഫ്റ്റി നെഗറ്റീവ് നിൽക്കുമ്പോഴും ബാങ്ക് നിഫ്റ്റി 300 പോയിൻറ്റ് അപ്സൈഡിലാണ് ക്ലോസ് ചെയ്തത്. കാരണം കറക്റ്റ് നമ്മൾ വരച്ച റെസിസ്റ്റൻസിൽ പോയി തട്ടിയാണ് മാർക്കറ്റ് നേരെ തിരിച്ച് അവസാന നിമിഷമാണ് ഒരു പ്രോഫിറ്റ് ബുക്കിങ് ഇതിനകത്തിൽ ഉണ്ടായത്. അപ്പം നാളെ ഈ പോസിറ്റീവ്നെസ് ഈ വീണത് നാളെ തിരിച്ചു കയറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് കയറാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം വേറെ ഗ്ലോബലി ന്യൂസുകളൊന്നും നെഗറ്റീവായിട്ടില്ല. ഇപ്പം നമ്മൾ നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണത് അതുപോലെ തിരിച്ച് കയറുന്നുണ്ട്. ഏകദേശം നിഫ്റ്റി ഇപ്പോൾ ഒരു 50 പോയിൻറ്റോളം നേരെ തിരിച്ച് കയറി വീണെടുത്ത് പോകുന്നു. അപ്പോൾ ഈ കയറ്റം നിലനിൽക്കുമെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അത് മാത്രമല്ല അമേരിക്കൻ മാർക്കറ്റിൻ്റെ ഫ്യൂച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നല്ല പോസിറ്റീവിലാണ്. 100 പോയിൻറ്റ് പോസിറ്റീവിലാണ് US ഫ്യൂച്ചർ ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത്. നാസ്ഡാക്ക് ആണെങ്കിലും ഏകദേശം 200 പോയിൻറ്റിനടുത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം 200 പോയിൻറ്റ് ഒരു മിനിറ്റ് US 200 പോയിൻറ്റിനടുത്ത് അതും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിലവിൽ ഗ്ലോബൽ ഒരു പോസിറ്റീവ് മൊമെൻറ്റുമാണ്. പക്ഷേ ആ പോസിറ്റീവ് മൊമെൻറ്റ് എത്രത്തോളം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് ഇറങ്ങി വരും എന്നുള്ളതാണ് ചോദ്യം. ഇന്നും ഗ്ലോബലൊക്കെ വളരെ പോസിറ്റീവ് ആയിരുന്നു. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ അത്രയ്ക്ക് വലിയ ശോഭ കണ്ടില്ല. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കാരണം വേറൊരു കാര്യം വെച്ചാൽ FIS ഇൻഡെക്സ് ഫ്യൂച്ചർ നല്ല രീതിയിൽ ഷോർട്ട് വെച്ചേക്കാണ്. ഇന്നത്തെ ഡേറ്റ വന്നില്ല, 88% ഷോർട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഷോർട്ടിൻ്റെ അടിസ്ഥാനം എന്താണെന്നുള്ള കാര്യം നമുക്ക് ആർക്കും മനസ്സിലാകുന്നില്ല. എന്തായാലും 26,000 നമുക്ക് വളരെ ക്രൂഷ്യലാണ്. 26,000 സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ച് കയറണം എന്നാണ് എൻ്റെ ഒരു നിഗമനം. അതുകൊണ്ട് ഈ 26,000 25,931 റേഞ്ചിലാണ്, 26,960 ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 59.50
960 മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം നാളെ ഗ്യാപ്പ് അപ്പോട് കൂടി 26,000 മുകളിൽ നിന്ന് കഴിഞ്ഞാൽ 26 സസ്റ്റെയിൻ ചെയ്യണം. അതായത് 26,025 ഈ 26,025 സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് വീണ്ടും തിരിച്ച് ഈ കൂട്ടിൽ കയറത്തുള്ളൂ. രാവിലെ തൊട്ടേ ഈ കൂട്ടി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചതിന് ശേഷം അവസാന നിമിഷമാണ് കൂട് പൊട്ടിച്ചത്. അപ്പോൾ നാളെ വീണ്ടും തിരിച്ച് ഈ കൂട്ടിനകത്ത് കയറിയാൽ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അപ്പം പ്രതീക്ഷയ്ക്ക് വക വേണമെന്നുണ്ടെങ്കിൽ 26,025 പൊട്ടിക്കണം. 26,025 പൊട്ടി ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നാളെ നമുക്ക് ആശയ്ക്ക് വകയുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അവന്മാർ നാളെ പൊട്ടിച്ച് കൈ തരും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചത്. രാത്രിയിലത്തെ മാർക്കറ്റിലൂടെ നോക്കിയതിന് ശേഷം രാവിലത്തെ വോയിസിനകത്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പം ഞാൻ പറഞ്ഞു ബാങ്ക് നിഫ്റ്റിയും നല്ല രീതിയിൽ രാവിലെ നല്ല മൊമെൻ്റം ആയിരുന്നു. പക്ഷേ അവസാന നിമിഷമാണ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായതെങ്കിലും ബാങ്ക് നിഫ്റ്റി നെഗറ്റീവ് എന്ന് പറയാൻ പറ്റത്തില്ല. വെറും 32 പോയിൻറ്റ് മാത്രമാണ് ഫ്ലാറ്റായിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. പക്ഷേ ഈ മിഡ് ക്യാപ്പിനകത്തിൽ നല്ല രീതിയിൽ ഫോൾ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഏതെങ്കിലും രീതിയിൽ ഫോള് വരുവാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പിലായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കാമെന്ന് പറഞ്ഞു. ആ രീതിയിൽ തന്നെ പറഞ്ഞു. രാവിലെ ഒരു കയറ്റം പോലും കാണിച്ചില്ല, നേരെ ഇനി പോരുമായിരുന്നു. നേരെ ഇനി പോരുമായിരുന്നു. നേരെ പോരാനുള്ള കാരണം എന്താണ്? നമ്മളുടെ BSE ആണ് കാരണം. BSEയിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായി. 56 പോയിൻറ്റ് നല്ലപോലെ വീണു. അതിൻ്റെ കൂടെ തന്നെ HDFC AMC ഒക്കെ കൂടെ അതിൻ്റെ കൂടെ ചേർന്നപ്പോഴത്തേക്കും നേരെ മിഡ് ക്യാപ്പിങ് താഴെ പോയി. പക്ഷേ തിരിച്ച് കയറുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തിരിച്ച് കയറും. പക്ഷെ നാളെ DK വരും. നാളെ പിന്നെ എക്സ്പയറി ഡേ ആണ്. അതുകൊണ്ട് നാളെ കഴിവതും ട്രേഡ് ചെയ്യുന്നവരെല്ലാം നെക്സ്റ്റ് എക്സ്പയറിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, വേറെ പ്രത്യേകിച്ച് നിലവിൽ ന്യൂസുകളൊന്നുമില്ല. എന്തെങ്കിലും ന്യൂസുകളുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നാളത്തെ നമ്മളുടെ ഇതിനകത്ത് നമ്മുടെ വോയിസിനകത്തിൽ ഗ്രൂപ്പിൽ ഞാൻ പറയാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് 26 ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, 26,025 നാളെ സസ്റ്റെയിൻ ചെയ്യണം. ഇതിൻ്റെ മുകളിൽ ഓപ്പണിംഗ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കൊരു അപ്സൈഡ് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഇതിന് താഴെയാണ് ഓപ്പണിംഗ് എങ്കിലും ഇത് ക്രോസ് ചെയ്ത് മുകളിൽ വരണം. 26,025 നിർബന്ധമായിട്ട് നമുക്ക് സസ്റ്റെയിൻ ചെയ്തേ ഒക്കൂ. ഒന്നെങ്കിൽ മാത്രമേ നമുക്ക് അപ്സൈഡ് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ മാർക്കറ്റ് തിരിച്ച് താഴോട്ടിറങ്ങി വരാൻ വീണ്ടും നമ്മുടെ ട്രെൻഡ് ലൈനിലൂടെ കിടപ്പുണ്ട്. ആ ട്രെൻഡ് ലൈനിലോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നോക്കിക്കണ്ട് ട്രേഡ് ചെയ്യുക. നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.